മമ്മി ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളിന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്ന? നമ്മളിന്ന് മക്കൾ 1 മാസത്തെ ലീവിന് ഗൾഫിൽ നിന്ന് വന്നതാണ്. എല്ലും കപ്പയും പുഴുങ്ങാനുള്ള ഒരുക്കമാണ്. എല്ല് അടുപ്പിൽ വെച്ച് വെന്ത് വേകണം. അതിനെ ഉള്ളി അരിയുന്നു. ഇതിനകത്തേക്ക് അരിഞ്ഞിട്ടിട്ട് മമ്മി വെള്ളം ഒഴിക്കാതെ അടുപ്പ് വെക്കൂലേ ഇന്നലെ? ഇഞ്ചി, ഉള്ളി, കരിയാപ്പില, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞപ്പൊടി, ഇത്രയും സാധനം തിരുമ്മി അടുപ്പേ വെച്ച് വേകുക. വെന്ത് കഴിയുമ്പം വേറൊരു പാത്രത്തിലോട്ട് കപ്പ പൊളിച്ച് കപ്പ വേവിച്ചെടുക്കും. എന്നിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് എല്ലും കപ്പയാക്കും. ഉള്ളിയൊക്കെ കഴുകി മമ്മി ഉള്ളി ഒക്കെ കഴുകി കപ്പിനകത്ത് ഇട്ട് വെച്ചേക്കുവാണ്. ഇതിനെടുത്ത് അരിയുകയാണ്. എന്നിട്ട് ഇതിനകത്ത് കാന്താരി ഉണ്ട്. മമ്മി പറമ്പിന്ന് പറിച്ചു വെച്ചേക്കുന്നതാണ്. ഞാൻ എൻ്റെ പറമ്പിൽ പറിച്ചോണ്ട് വന്ന കാന്താരിയാണ്. ഇഞ്ചി മമ്മി ഓൾറെഡി ഇഞ്ചി ചതച്ചിടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടും. വേണ്ട കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തില്. ഇതൊക്കെ മുറ്റത്തുണ്ടെങ്കിലും മമ്മി നേരത്തെ എടുത്തു വെക്കും കേട്ടോ. സമയത്തോടുന്ന നമ്മളെ പോലെ പരിപാടിയല്ല. ഞാനങ്ങനെയാ എല്ലാം അന്നേരം. ഞാൻ തേങ്ങ വരച്ച് പിന്നെ ആയതുകൊണ്ട് എല്ലാം മേടിക്കുമല്ലോ. 8 10 തേങ്ങ ഒന്നിച്ച് പൊതിച്ച് അവിടെ വെക്കും. കുറേശ്ശെ എടുക്കുന്ന അത് ഇതുണ്ട്, അത് ഇവിടെ ഉണ്ട് കവറിനകത്ത്. 8 10 തേങ്ങ പൊതിച്ചിട്ട് ഈ ഡ്രോയ്ക്കകത്ത് ഒരു കവറിനകത്ത് ഇട്ട് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് ആവശ്യത്തിന് എടുക്കും. ചതയ്ക്കാനുള്ള ഇതാണ്ട് എടുത്ത് വെച്ചേക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. പിന്നെ കട്ടിംഗ് ബോർഡ് ഒന്നും ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കലില്ല. എനിക്കത് ഇഷ്ടമല്ല. കട്ടിംഗ് ബോർഡ്, കത്രിക അതൊന്നും ഉപയോഗിക്കലില്ല. അതുകൊണ്ട് എന്റെ കട്ടിംഗ് ബോർഡ് അതുകൊണ്ട് ഞാൻ വല്ല മാത്രമേ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുള്ളൂ. കത്രിക അതുപോലെ തന്നെ. ഇത് മതിയെന്ന് തോന്നുന്നു. നമുക്ക് ചതച്ചിടാം. ഞാൻ കഴുകി വാരി വെച്ചിരിക്കുവാണ്. കഴുകി വെള്ളത്തിലിട്ട് വെച്ചേക്കുമല്ലേ മമ്മി? ഇത് കഴുകിയിട്ട് ലാസ്റ്റത്തെ വെള്ളത്തിലും ഇട്ട് വെച്ചതാ. പിള്ളേർ അപ്പുറത്ത് കിടന്ന് കളിക്കുന്നതിന്റെ ഒച്ച കേൾക്കുന്ന. അതൊന്നും പിടിക്കണ്ട ശരി. എന്നാലും ഇതിൻ്റെ രുചി ശരിക്കും ഇറങ്ങുള്ളൂ. ഇഞ്ചി അല്ലേ? ഇഞ്ചി വെളുത്തുള്ളിയും ചതയ്ക്കുമ്പോ അല്ലേ? പക്ഷെ പേസ്റ്റ് ആക്കുമ്പോ ഗുണവുമില്ല അല്ലേ? പേസ്റ്റ് ആക്കിയ ഗുണമില്ല. ചതച്ചിടുന്ന നല്ലത്. പിന്നെ ഓരോരുത്തർ ഓരോ രീതിയിലല്ല. അവൻ്റെ രീതിക്ക് ഉണ്ടാക്കും. ഞാൻ ചതച്ചും കിടുള്ളൂ. മറ്റേ വെളുത്തുള്ളിന്റെ ഇഞ്ചിനെ പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കൂലേ? അതിനൊരു ഗുണവുമില്ല. കറി തേച്ച് കഴിയുമ്പോ ഇട്ട് കഴിയുമ്പോ വേറെ ടേസ്റ്റാണ് വരുന്നത്. അത് പിന്നെ അവർ കേടാകാതെ കുറെ നാൾ വെക്കുന്നുണ്ടാണെന്ന് അറിയില്ല. എന്നാണെങ്കിലും വേറെ ഒരു ടേസ്റ്റ് അതിന്. മമ്മി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടിടും അല്ലേ? എന്തെല്ലാം കഴുകി എല്ലാം എടുത്ത് നേരത്തെ വെച്ചിരുന്ന ടിന്നിനകത്താക്കി വെച്ചത്. അതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ. മുളക് പൊടി എടുക്കട്ടെ. പൊടികൾ എടുക്കുന്നു. പൊടികൾ കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. ഗരം മസാല അല്ല, അത് ഗരം മസാല ഒടുവിലിട്ടാണ്. അത് ഒടുവിലിട്ടാണ്. അത് വേഗം ഇളക്കിയിടുമ്പോൾ കിട്ടിയോ? അത് ഹോർലിക്സ് ആണ്, തെറ്റിദ്ധരിക്കരുത്. അതെ, അത് ഹോർലിക്സ് അല്ല, മല്ലിപ്പൊടിയാണ്. മുളക് പൊടി എടുത്ത് 2 കിലോ ആകുമ്പം 2.5 സ്പൂൺ ഇടാം. അത് മതി. 2 സ്പൂൺ മുളക് പൊടി. ഞാനെങ്ങനെ മമ്മി പൊടി ഇടും, എന്റെ ഒരു കണക്കിന് ഇടും. എന്നിട്ട് മിക്സ് ആക്കി നോക്കും. കളർ വന്നോ? ഇല്ലെങ്കിൽ വീണ്ടും ഇടും. അങ്ങനെ അല്ലാതെ അളവില്ല. എനിക്ക് അളവൊന്നുമില്ല, അങ്ങനെ കൃത്യ അളവൊന്നുമില്ല. മമ്മി പണ്ടൊക്കെ കൃത്യ അളവിനായിരുന്നല്ലോ. ഇപ്പം അങ്ങനത്തെ അളവൊന്നുമില്ല കൊച്ചെ. ആണോ? മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി. ഇത് കപ്പ ബിരിയാണിക്ക് ഇച്ചിരി പൊടി അധികം ഇടണം അല്ലേ? എന്നാലേ എൻ്റെ അളവ്. നമുക്ക് ഇളക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ടിടാം. ഇത് മീറ്റ് മസാല. ഇനിയും അരയ്ക്കുമ്പം തേങ്ങയുടെ കൂടെ പെരിഞ്ചീരകം അരയ്ക്കണം. കഴിഞ്ഞോ? പൊടി കഴിഞ്ഞോ? ഉപ്പ് എന്നൊക്കെ നമുക്കൊന്ന് ഇളക്കി കൂട്ടി നോക്കിയിട്ട് ഉപ്പ് എന്നിട്ട് വെക്കാം അല്ലേ? ഇച്ചിരി വെള്ളം എടുത്ത് വച്ചേ. ഇളക്കി ഒന്ന് കൂട്ടി നോക്കിയിട്ട് അരപ്പിൻ്റെ
2 കിലോ കപ്പ, 2 കിലോ എല്ല്. അതിനടുത്ത കപ്പ ഒരു 2-2.5 കിലോ അല്ല. കപ്പ നമുക്കുള്ളതുകൊണ്ട് അത് കണക്കാക്കി കിട്ടാൻ മതി. കപ്പ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചോണ്ട് വന്നതാണ്. ഓൾറെഡി പുറവശത്തുണ്ട്. ഈ കപ്പ എത്ര 2 കിലോ തന്നെയാണോ മമ്മി? അല്ല, 2 ഇച്ചിരി കൂടുതലുണ്ട്. 2.5 കിലോ കപ്പ ഇടാം. 2.5 കിലോ ഇടാം അല്ലേ? 2.5 കിലോ കപ്പ ഇടാം. ഇത് കുറച്ച് വലുതാക്കിയാണല്ലോ ഒരു മുറിക്കുന്നേ അല്ലേ? അത് ചിലത് വെട്ടാൻ പറ്റിയല്ലോ, വലിയ മുറുത്ത. അത് കുഴപ്പമില്ല. ഇതെല്ലാം മമ്മി അടുപ്പേലാ കേട്ടോ വെക്കുന്നേ. ഇത് പോരെ നിർത്തിയേ, അരപ്പ് ഉണ്ട്, മതി അല്ലേ? ഇച്ചിരി ഗരം മസാലപ്പൊടിയുടെ ഇതും കൂടെ അത് നമുക്ക് വേഗം ഇളക്കി കുറച്ച് കഴിക്കാം. തുള്ളി കൈ കഴുകി വെള്ളം മാത്രമേ ഒഴിക്കണം. അല്ലല്ല, വേഗണ്ടേ? വെള്ളം ഒഴിക്കണം. പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ വേഗണ്ടേ? ഇതിന്ന് വെള്ളം ഇറങ്ങൂലേ? അത് കുറച്ചേ ഉള്ളൂ, അധികം ഉണ്ടല്ലേ. ഇത് മതി, ഇത്ര നമുക്ക് അടുപ്പയിലോട്ട് കൊണ്ടുപോകാം. നമ്മുടെ അടുപ്പൊന്നും കാണണ്ട ഷൈജു, അവിടെ നിന്നാൽ മതി. അതിങ്ങോട്ട് അടച്ചോ. നമ്മുടെ കപ്പ ഇങ്ങോട്ട് മാറ്റിയ കപ്പ നടത്താം. എനിക്ക് വേണ്ട, മമ്മി തന്നെ വെച്ചു. മമ്മി എവിടെയൊക്കെയാ പൊടി വെക്കുന്നതിനുള്ളത് ഞങ്ങൾക്ക് ഞാൻ വെച്ചോളാം. അറിയത്തില്ല. മുളക് പൊടിയൊക്കെ വെക്കാൻ അറിയാം. ഈ മല്ലിപ്പൊടി മമ്മി എവിടെ നിന്ന് എടുത്തെന്ന് എനിക്കറിയില്ല. മല്ലിപ്പൊടി ഞാൻ വെച്ചോളാം. ഇങ്ങനത്തെ അവിടെ വേഗട്ടെ, ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ അങ്ങ് വേഗട്ടെ. നോക്കിട്ട് കണക്കിനാകുമ്പോൾ എടുക്കാം. ഇത് കപ്പ പറിച്ചുകൊണ്ട് വന്നതാ കേട്ടോ. വലിയ ചാക്കിനകത്താണ്. ഇതിൻ്റെ അകത്ത് കപ്പയുണ്ട്. ഒരു കാര്യം അതിനൊക്കെ മണ്ണ് വീഴുമെന്ന് നോക്കിയത്. നമ്മുടെ താഴെപ്പറമ്പിലുള്ളതല്ലേ? ഇത് മതിയായിരിക്കും കൊച്ചേ. അത്ര ഉണ്ടോ? 2.5 ഉണ്ടോ? അത് പോയിരിക്കും അല്ലേ? ഇത് മതി. ഇത് മതി. ബാക്കി എടുത്ത് വെച്ചേക്കാം അല്ലേ? ആ ബേസിങ് എടുത്തോ, അടുക്കളയിൽ. കപ്പ പൊളിച്ച് കൊത്തി അതും കൂടെ എടുത്ത് വെച്ചാലേ ഇറച്ചി വേകുമ്പോഴത്തേന് എല്ലൊക്കെ ആകി വരുമ്പോഴത്തേന് കപ്പ പൊളിച്ചോ. ഇതല്ലേ മമ്മി? അത് തന്നെ. ഇതിനെ കൊണ്ട് ഉപകാരമുണ്ട് ഇഷ്ടംപോലെ കേട്ടോ. ഇല്ല ഇടാനൊക്കെ. ഇതല്ലേ മിൽമേന്ന് മേടിച്ച പാത്രം? മിൽമേന്ന് അത് തരും. നമ്മുടെ പാല് കൊടുത്തിട്ട് അങ്ങനെ തന്നോ? വെറുതെ കിട്ടുന്ന ആണോ? ഇനി വെള്ളം ഇതെടുത്ത് പശുവിന് കൊടുക്കാം അല്ലേ മമ്മി? കരിന്തൊരി മാത്രം കളഞ്ഞാൽ വെള്ളം നമുക്ക് കഴുകിയെടുത്തിട്ട് അതുങ്ങൾക്ക് കൊടുക്കാം. ഇതിനകത്ത് വെള്ളത്തോല് മാത്രം നമ്മൾ പശുവിന് കൊടുക്കും. കരിന്തൊരി കളയും. കരിന്തൊലി കളഞ്ഞിട്ട് മമ്മി താണ്ട കപ്പ കഴിക്കേണ്ടി വന്നു. താണ്ട മുറിക്കുന്ന കഷ്ണമായിട്ട്. ഇരിപ്പൊരു ശരിയാവുന്നില്ല. ഇരിപ്പാ? സ്റ്റൂൾ വേണോ? വേണ്ട വേണ്ട വേണ്ട. ഇതിവിടെ ഭയങ്കര പൊക്കവും പാത്രം കുറെ മുന്നിലും അല്ലേ? എനിക്ക് കാല് മടക്കിയിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കൊതുക് നല്ലപോലെ വേഗുന്ന കപ്പ, അതുകൊണ്ട് തിളച്ചാൽ മതി, അന്നേരം വന്നോളും. നല്ല എലീനെയൊക്കെ മല്ലിട്ട് നമുക്ക് കുറച്ച് കപ്പ ആയാലും അല്ലേ? എലിയുണ്ടോ താഴെപ്പുറമില്ല? അപ്പടി എലിയല്ലേ. നീ കപ്പ കഴുകി വാരി കഴിഞ്ഞു. കുറവുണ്ടാവുമെന്ന് എനിക്ക് സംശയം. കുറവോ? ഇല്ലേ വിചാരിക്കും അല്ലേ? നിങ്ങളുടെയും കൂടെ അഭിപ്രായം എന്നാ? കപ്പ കറക്കില്ലേ? നമുക്കെല്ലാവർക്കും മതിയായിരിക്കും അല്ലേ? അവനെ ഒരു കപ്പ കിഴങ്ങും കൂടെ എടുക്കണോ? മമ്മി കപ്പ മുറിച്ചേക്കുന്ന എല്ലാത്തിനും ഒരേ അളവല്ലേ നോക്കിക്കേ. ഇവിടെ നിന്നോണ്ട് കൊത്തുവാണ് ഞാൻ. നല്ല അവിടെ ഇരുന്നിട്ട് എനിക്ക് അല്ല ഏകദേശം ഒരേ ഇതുപോലെ തന്നെയാ. പാചകം ഇങ്ങനത്തെ പാചകം ചെയ്യുമോ അല്ലേ? എല്ലാരും ഗ്യാസല്ലേ? അല്ലേ അടുപ്പിൽ വെക്കുന്നതല്ലേ പ്രത്യേകം ടേസ്റ്റ് അല്ലേ? അടുപ്പ് വെക്കുന്ന രുചി. ഇറച്ചി കുക്കറി വേവിച്ചാൽ ടേസ്റ്റ് കുറവാ. അതെന്ത് സാധനം കുക്കറി വെച്ചാൽ രുചി കുറവുള്ളത്. അത് നമ്മൾ അരകല്ലിൽ അരയ്ക്കുന്നത് മിക്സിക്കകത്ത് അരയ്ക്കുന്ന വ്യത്യാസമില്ല എന്ന് പറഞ്ഞാൽ. ഞാൻ വേകട്ടെ. കപ്പ അടുപ്പ് വെക്കട്ടെ. വേണ്ടി പോവാ. കപ്പ നമുക്ക് ഗ്യാസേ വെക്കാം. കപ്പ അടുപ്പ് വെച്ച് കപ്പ വേകുമ്പം കപ്പ ഇടുമ്പോൾ തേങ്ങ ചേരണ്ടാം. ഇതിനകത്ത് മമ്മി ഉപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ? അതെല്ലാം പിന്നെ അരപ്പിൻ്റെ കൂടി ഇടുന്നല്ലേ?
ഉപ്പും മഞ്ഞപ്പൊടിയും ഇതെല്ലാം കൂടെ തേങ്ങയും ഉള്ളിയും പിന്നെ എല്ലാം കൂടെ നമ്മൾ സാധാരണ കപ്പയുടെ അരപ്പ് തന്നെ. കാന്താരിയാണ് ഇവിടുത്തെ. ആ കാന്താരി. അമ്മ തേങ്ങ എന്തൊക്കെയാണ് ഇത് ഇതിനകത്തോട് നോക്കുമ്പോ പപ്പനെ കാണുന്നുണ്ടല്ലോ അവിടെ. നമുക്ക് മിക്സിക്കകത്ത് അരക്കണോ പിന്നെ അരകല്ലിൽ അരക്കണോ? മിക്സിക്കകത്ത് അരച്ചാൽ ഇത് പെരിഞ്ചീരം അരയാൻ പാടായിരിക്കും കുറച്ചാവുമ്പം. അല്ല അതാദ്യം ഒന്ന് കറക്കി വെച്ച് ഇതിന് അതിന്റെ കൂട്ടത്തിലിട്ടാ പോരാ. അറിയില്ല. ഞാൻ പണ്ടൊക്കെ കപ്പ വറുത്തരച്ചായിരുന്നു തേങ്ങ. കപ്പ ഇപ്പൊ ആരും വറുത്തരക്കുന്നില്ല. എല്ലാവരും പച്ചത്തേങ്ങ അരക്കുന്നല്ലേ? എല്ലാവരും പച്ചത്തേങ്ങ. അത് തിന്നപ്പം കുഴപ്പമില്ല. അതുകൊണ്ട് പിന്നെ പച്ചത്തേങ്ങ അരച്ച് തന്നെ വെക്കല്. അരക്കട്ടെ. തേങ്ങയും മഞ്ഞളും ഇനി 2 വെളുത്തുള്ളി, കാന്താരി, ചെറിയുള്ളി അത് ഒരുക്കി കഴിഞ്ഞിട്ട് കല്ലേലോ ഇതാക്കൂല്ലേ? അതെ മിക്സിക്കകത്ത് അരയ്ക്കുമ്പം പെരിഞ്ചീരകം അരിഞ്ഞ് കിട്ടാൻ ഭക്ഷണം. പെരിഞ്ചീരകം കുറച്ചേ ഉള്ള കാരണം അരിഞ്ഞ് കിട്ടൂല. ഇനി തേങ്ങായേ ലാസ്റ്റാ പെരിഞ്ചീരകം കൊടുത്തേ. ലാസ്റ്റ് പെരിഞ്ചീരകം അതെങ്ങനെ അരച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് നമ്മുടെ ഇഷ്ടത്തിനങ്ങ് അരയ്ക്കുന്നേ ഉള്ളൂ. തേങ്ങ ഒതുക്കിയെടുത്താൽ മതി. പെരിഞ്ചീരകം. ഉപ്പ് കിട്ടോ മമ്മി? ഇല്ല, ഉപ്പ് കപ്പയ്ക്ക് ഇടില്ല. ഞങ്ങൾക്കൊരു സർവ്വസുഗന്ധം ഇട്ട് 2-3 ഇലയും കൂടെ എടുക്കണം. ഇല ഇളക്കി കഴിയുമ്പം അതിനെ കൂടെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പിന്നെന്ന് വെച്ചാലേ പെരിഞ്ചീരകം നമ്മൾ മിക്സിയിൽ അടിക്കും ശകലമല്ലേ ഉള്ളൂ, അരയില്ല. എടുക്കട്ടെ. ഇതൊക്കെ ഇപ്പം എല്ലാ വീടുകളിൽ നിന്നും മാറിയ സാധനമാണ് അരകല്ല്. ഇപ്പം ഒരു വീട്ടിലും അരകല്ല് കാണുകയല്ലോ. അരകല്ല് കാണുമല്ലോ ഇപ്പോഴത്തെ വീട്ടിൽ. ഇവിടെ ഏത് വീട്ടിലും ഇപ്പം അരകല്ലാണ്. കുട്ടി നിന്ന് ആടിക്കളിക്കുന്നു. കുട്ടി ആടിക്കളിക്കുന്നു. ഭയങ്കര വെയിറ്റും നല്ല വെയിറ്റാണ്. എത്ര വർഷമായതെന്ന് വെച്ചാൽ ഇതെങ്ങാണ്ട് എനിക്ക് തോന്നിയൊരു 10-40 വർഷം മേലെ ആയിട്ടുണ്ട്. നമ്മൾ വേറെ പോയ കൊല്ലം മേടിച്ചതാണ്. പപ്പ ഒരു പ്രാവശ്യം ചെല്ലുമ്പം ഈ തമിഴത്തികൾ കൊച്ചിനെ ഈ തുണിക്കകത്ത് കെട്ടി പിന്നെ ഈ അരകല്ലും ഇടുന്നുണ്ട്. പാവം തോന്നി കണ്ടിട്ട് അന്നേരം അന്ന് മേടിച്ചതാണ്. നമുക്ക് അരകല്ലും വേണം. അതും കൂടെ പോക്കും കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി. ഉപ്പുണ്ട്. ഉണ്ടോ? കൃത്യം കണ്ട ഷജു ഒറ്റ ഉപ്പിടിയില്ല. കൃത്യം വേണ്ട. നമുക്ക് ആ ഗരം മസാലപ്പൊടിയും കിട്ടേക്കാം. വേവ് കറിയില്ല, അതിൽ ആയില്ലേ. ഗരം മസാല ഇടാൻ പോകുന്നു. ഗരം മസാല ബൾബും കിട്ടണത് എങ്ങനെയാ? നിനക്ക് എനിക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ അമ്മയാണെങ്കിലും എൻ്റെ മകൻ്റെ കൈപ്പുണ്യം എനിക്ക്. അത് എൻ്റെ കൈപ്പുണ്യം ഷൈജിന് കിട്ടിയതല്ല. നേരെ തിരിച്ചാ മമ്മി. അത് തന്നെ കരികാലമല്ലേ? അത് തന്നെ കരികാലം. ഇനിയും ഇറച്ചി ഒരു ഏകദേശമൊക്കെ ആയി വരുന്നില്ലേ അല്ലേ? കപ്പ എത്ര മിനിറ്റ്? 10-20 മിനിറ്റ്. മിനിറ്റൊന്നുമില്ല. നമ്മൾ തിളയ്ക്കുമ്പോൾ കോരി നോക്കുക, വേകുമ്പം ഊറ്റുക. നമ്മൾ ഗ്യാസിലാണല്ലേ അല്ല കുക്കറിനകത്താണല്ലേ സമയമൊക്കെ നോക്കേണ്ട ആവശ്യമില്ല. അന്നേരം വേവൊന്നും കൃത്യമാകുകയല്ലേ, പല വേവായിരിക്കും. കുക്കറിനകത്ത് കപ്പ വെച്ചാലും പോകും. ആഹാ നിത്യ സാധനം തിളച്ചു കേട്ടോ. എന്തോ തിളച്ചപ്പോ തന്നെ ഇതേ നോക്കി എന്ത് വരുന്നു ഉണ്ടോ. അപ്പൊ ഇനി 5-10 മിനിറ്റ് മതി. ഇതിപ്പോ കപ്പ ഇച്ചിരി കൂടുതലായോ? ഇല്ലല്ലേ? രണ്ടിനും കൂടെ ആക്കി മിക്സ് ആക്കിയാൽ മതി. ഒരു കാര്യം ഉപ്പിടാനാണ് എനിക്ക് ചെറിയൊരു ഭയം. എന്നാന്ന് വെച്ചാല് ഇട്ടിട്ടില്ലല്ലോ. അല്ല അങ്ങനില്ല, കപ്പയ്ക്ക് അധികമാകുമെന്ന്. അത് മതിയായിരിക്കും. അത് മതിയായിരിക്കും. ഇറച്ചിക്കുണ്ടല്ലോ എല്ലിന് ഉപ്പിട്ടല്ലേ വെച്ചത്, കപ്പയ്ക്ക് മാത്രം മതിയല്ലോ. അതുകൊണ്ട് കപ്പയ്ക്ക് മാത്രം ഒന്ന് ഉപ്പിട്ട് കഴിഞ്ഞ് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലോ അല്ലേ? പക്ഷെ കൊച്ചു ഇതിനകത്ത് എനിക്ക് തോന്നുന്നില്ല എല്ലും കൂടി ഇട്ടാകുകയില്ല. മാറ്റേണ്ടി വരും. രണ്ടിലും കൂടെ മിക്സ് ആക്കിയാൽ മതി. അല്ല അങ്ങനെ രണ്ടിലും നമുക്ക് വേറെ ശരി കൊടുക്കാം.
അല്ലേ? ഇതിപ്പോ കപ്പ വെന്തു കേട്ടോ. കപ്പ വെന്ത് നമുക്കത് എളുപ്പത്തിന് വേണ്ടി അതിനകത്ത് മമ്മി വലിയ ഊറ്റാനായിട്ടൊരു ചെറുപ്പത്തിലേക്ക് വിഷമം. രണ്ടിനും കൂടെ ഒന്നിച്ചൊരു പാത്രത്തിലാക്കാം, അതേ രക്ഷയുള്ളൂ. ഇളക്കാനും എളുപ്പമുണ്ട്. എന്നിട്ട് ഇത് ചെറിയ പാത്രമല്ലേ, ആകൂല. അയ്യോ മമ്മി ഇത് വേണ്ടേ? എന്നാ ചൂടായി വരുന്നേ ഉള്ളൂ. അരപ്പം കട്ടെ കപ്പിട്ട് ഇളക്കി കൊടുക്കണം അല്ലേ? കോല് വേണ്ടേ? കോല വരുന്നുണ്ട്. അതിപ്പോൾ അത് ഇളക്കാറാകുമ്പോൾ മതിയല്ലോ. അരപ്പ് ചെറുതായിട്ടൊന്ന് ഇതാകാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ടേ. നല്ലോണം ആയി കഴിയുമ്പോൾ പറ്റി വെള്ളം ഫുള്ള് പറ്റി കഴിയുമ്പോൾ അതിനെ മിക്സ് ആക്കുള്ളൂ. ഇത് മമ്മിയുടെ പണ്ടേ ഉള്ള കോലാണ്. ഇതെങ്ങാണ്ട് എത്രയോ വർഷങ്ങളായ കോല. അടയ്ക്ക കവുങ്ങിൻ്റെ, മൂത്ത കവുങ്ങിൻ്റെ ഒന്നതേ ഉള്ളൂ. ഇതൊന്നും നോക്കണല്ലോ കൊച്ച, വെന്തോന്ന് ഇത് നമുക്ക് ഒന്നിച്ചിടാൻ പറ്റുള്ളൂ. മമ്മി മിക്സ് ആക്കാൻ തുടങ്ങി. പിന്നെ കപ്പേന്ന് ഇളക്കിയിട്ടേ നല്ല അടിപൊളിയായിട്ട് വെന്തു അല്ലേ മമ്മി? നല്ലവരുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കുഴച്ചില്ലേണ്ടല്ലോ, എല്ലിനകത്ത് കപ്പ ഇട്ട് നമ്മൾ കുഴക്കി ഇളക്കുമ്പോണ്ടല്ലോ കപ്പ പൊടിഞ്ഞ് കിട്ടുകയില്ല. നമ്മുടെ സ്വന്തം കപ്പയാണ്. നമ്മുടെ സ്വന്തം കപ്പയാണ്, സ്വന്തം. ഞാൻ പോയിട്ട് സർവ്വസുഗന്ധിയുടെ ഇല പറിച്ചോണ്ട് വരാം. നമ്മുടെ സർവ്വസുഗന്ധിയുടെ ഇല പറിക്കാൻ വേണ്ടി പോവാ കേട്ടോ, കപ്പ ബിരിയാണിക്ക് അത് ഇടാൻ വേണ്ടിയിട്ട്. തളിരല്ലേ വേണ്ടിയത്? മൂത്തതാ? മൂത്ത എടുക്കാം. 3 മതി. അത് മതി. അതെയോ? വേണ്ടേ? അത് മതി. ഇതാണ് സർവ്വസുഗന്ധിയുടെ ചെടി കേട്ടോ, എന്നാണ് നമ്മൾ എടുക്കുന്നത്. പച്ചയല്ലേ? എന്റെ അതേ കളറായി പോകും. അസല് പച്ചവന്നിന്റെ നിറമായി. ഇതൊക്കെ പപ്പ പുല്ലിട്ടേക്കുന്ന പശുവിന് കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പാരെ കാണുന്നുണ്ടോ? അതാണ്ട് അവിടെ പുല്ലരിയുന്നു. മുറിച്ച് ഇട്ടിട്ടാ സർവ്വസുഗന്ധിയുടെ അതിൻ്റെ കൂടെ ചതകളൊക്കെ നല്ലതാണ്. നമുക്ക് കപ്പ വെന്തു ഇളക്കി വെച്ച് ഇറച്ചിക്ക് ശകലം കൂടെ വേഗം ഇച്ചിലൂടെ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടി കപ്പ വെന്ത് ഇളക്കി വെച്ചതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ മതി അല്ലേ? ഒന്നുകൂടെ ചൂടാക്കിയാൽ മതി. അന്നേരം നമുക്ക് അതൊന്നുകൂടി നമ്മൾ ഗ്യാസ് കത്തിച്ചാൽ മതി. ഒരു 10 മിനിറ്റ് അല്ലേ? ഇനി മമ്മി ഇത് മിക്സ് ചെയ്യാൻ പോകും. സൂക്ഷിച്ചേ, വട്ടം വേണോ? നോക്കണേ, വേണ്ട, ഇതിൻ്റെ ഇട്ടു. ഇനി മിക്സ് ആക്കിയാൽ മതി. മിക്സ് ആക്കട്ടെ. എന്താ ചാക്കുട്ടി? ചാക്കുട്ടി താണ്ടേ കപ്പ ബിരിയാണി ആയത് നോക്കിയേ. കപ്പ ബിരിയാണി ആയേ. കപ്പ ബിരിയാണി. എന്നാ കപ്പയുടെ കപ്പക്കുട്ടൻ. കപ്പക്കുട്ടനെ കാണാൻ വന്നത് എല്ലാവരും. അപ്പുക്കുട്ടൻ അല്ലേ? അപ്പുക്കുട്ടൻ കണ്ടോ നോക്കി? ആ ഇലയുടെ മണം വരുന്നുണ്ടോ? സർവ്വസുഗന്ധിയുടെ ഉണ്ടല്ലേ? പക്ഷെ ഈ സാധനമാണ് അത് ദുബായിലൊക്കെ ഈ മണം വന്നു. ബിരിയാണി അല്ല, പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോ ഇലയാണോ ഇത്? അതാണോ ഇത്? എനിക്കറിയത്തില്ല. അല്ല, അത് പിന്നെ എന്തല്ലേ? അതന്നെ. ആ ബേ ലീവ്സിന് മലയാളം എന്നാ? എനിക്ക് തോന്നുന്നു ഈ ഇല പോലെ ഉണ്ടല്ലോ കണ്ടിട്ട്. ഇല വെയിൽ തുണക്കിയതാണോ സർവ്വസുഗന്ധിനെ? ഈ ഇല പോലെയൊക്കെ ഉണ്ടത് കണ്ടിട്ട്. അതെ, പക്ഷെ അത് ഇച്ചിരി നീണ്ട ഇലയെ പോലെ അല്ലേ? ആണോ? കറുവപ്പട്ടയുടെ ഇലേ അത്? ഫുഡിന് പൊക്കം കൂടുതലുണ്ട്, കൈയുടെ ഒരവേ. ഞാൻ എടുക്കുന്നു. ആയോ? മമ്മി ഇതിനെ ഇളക്കി കഴിഞ്ഞ് മിക്സ് ആക്കിയിട്ട് പോയി കേട്ടോ.
അമ്മ ഈശക്കുട്ടിയും കൂടെ അവിടെ കഴിക്കുന്നു. ഞാൻ അതിന് പൊടിച്ചൊക്കെ ഇട്ട് ഇവിടെ കൊടുത്തേച്ചാ കഴിക്കുന്നു. ഏതക്കൂട്ടൽ മാത്രം കപ്പ ബിരിയാണി കഴിക്കുന്നില്ല. ഏതക്കൂട്ടൽ വേണ്ട. ഓഹോ എന്റെ മകനെ പ്രത്യേക തരം ജീവിയാണ് ഏതൻകുട്ടി. കപ്പ ബിരിയാണി കഴിക്കൂല. അതാ കുട്ടിയോ?